സംസ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് വായ്പയായിട്ടാണ് എന്നുള്ള ഒരു ആരോപണം നേരത്തെ ഉന്നയിച്ച് അങ്ങനെ മറുപടി പറയുകയും ചെയ്തു. രണ്ടാമത്തെ കാര്യം, സംസ്ഥാനം ഒരു പ്രൊജക്റ്റും അനൗൺസ് ചെയ്തിട്ടില്ല, സംസ്ഥാനം ചെലവഴിച്ചിട്ടുള്ള പണത്തിന്റെ കണക്ക് കൊടുത്തിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ. രണ്ട് ചോദ്യങ്ങൾ ശ്രീ കൃഷ്ണദാസ് ചോദിച്ചത് ഞാൻ അങ്ങയിലേക്ക് ആ സമയത്ത് തന്നെ പറയുകയും ചെയ്തിരുന്നു. അതായത് സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ 2018 പ്രളയത്തിന് പൈസ കൊടുത്തു, ആ പൈസയുടെ 30% ചെലവഴിച്ചത്. അതിനുശേഷം അതിന്റെ കണക്കോ മറ്റു കാര്യങ്ങളോ നൽകിയിട്ടില്ല എന്ന അടക്കം അന്നും ധനവകുപ്പ് പറഞ്ഞ ആരോപണങ്ങൾ, ഇതെല്ലാം ഇപ്പോൾ BJP നേതാക്കൾ വീണ്ടും പറയുന്നുണ്ട്. സംസ്ഥാനത്തിന് പണം കൊടുക്കുന്നുണ്ട്, ചെലവഴിക്കുന്നതിന്റെ കണക്ക് കാണിക്കുന്നില്ല എന്നുള്ള കാര്യം. ഈ RSSന്റെയും BJPയുടെയും നേതാക്കൾ ഈ ചാനൽ ചർച്ചയിൽ വന്നിട്ട് സ്ഥിരമായി പറയുന്ന കാര്യങ്ങളാണിത്. ഇതെല്ലാം പല ഘട്ടങ്ങളിൽ ഞങ്ങൾ മറുപടി പറഞ്ഞതാണ്. സംസ്ഥാന ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ കത്തിടപാടും കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സമൂഹത്തിന് നേരത്തെ തന്നെ ബോധ്യമുള്ള കാര്യമാണ്. ഇപ്പം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്? സംസ്ഥാന ഗവൺമെന്റ് നിരവധി തവണ, ഒരു തവണയോ 2 തവണയോ അല്ല, കേന്ദ്രത്തിന്റെ മാനദണ്ഡങ്ങൾക്കെല്ലാം അനുസൃതമായി കൃത്യമായ വിദഗ്ധരുടെ സഹായത്തോടുകൂടി, വിദഗ്ധർ എന്ന് പറഞ്ഞാൽ കേന്ദ്രം തന്നെ നിശ്ചയിച്ചിട്ടുള്ള, കേന്ദ്ര മാനദണ്ഡത്തിൽ പെടുത്തിയിട്ടുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തി നടത്തിയിട്ടുള്ള കൃത്യമായ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. അത് ദുരന്തബാധിതരായ ആളുകളെ അവരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻനിർത്തിയിട്ടുള്ള പ്രൊജക്റ്റാണ്. അതിന് ആവശ്യപ്പെട്ട തുക അതെങ്ങനെയാണ് വായ്പാ തുകയായിട്ട് മാറ്റുക? ആ തുക 5 പൈസ കൊടുക്കുന്നില്ല. ബജറ്റ് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ ബജറ്റിൽ കേരളത്തെക്കുറിച്ച് പറയുന്നേ ഇല്ല. ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചോദിക്കുന്ന ചോദ്യം കേരളം എന്താ, ഇന്ത്യയിലല്ലേ എന്നാണ്. ഈ ചോദ്യം നേരിടാനുള്ള കെൽപ്പില്ലാത്തതുകൊണ്ടാണ് പലതും പച്ചക്കള്ളം ഈ ചാനൽ ചർച്ചയിൽ വന്ന് പറയുന്നത്. ഇപ്പൊ അദ്ദേഹം ചോദിക്കാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് എവിടെയാ കൊടുത്ത് എന്നൊക്കെ ചോദിച്ചു. സംസ്ഥാനങ്ങൾ കൊടുത്ത് മറ്റ് സംസ്ഥാനങ്ങൾ കൊടുത്തില്ലേ? മറ്റ് സംസ്ഥാനങ്ങൾ കൊടുത്തില്ലേ? പറയട്ടെ. അല്ല, നിങ്ങൾ കള്ളമേ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് പൂർണ്ണമായും കളവാണ്. നിങ്ങൾ പറഞ്ഞത് പൂർണ്ണമായും കളവാണ്. പൂർണ്ണമായും കളവാണ്. പച്ചക്കള്ളമാണ് നിങ്ങൾ പറഞ്ഞത്. ഏത് വിഷയത്തിലാണ് കള്ളം പറഞ്ഞത്? ഏത് അക്കൗണ്ടാ കള്ളം പറഞ്ഞത്? ഏത് അക്കൗണ്ടിലാ കള്ളം പറഞ്ഞത്? നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ദുരിതാശ്വാസ നിധിയിൽ 5 പൈസ നിങ്ങൾ കൊടുത്തിട്ടില്ല. വയനാടിന്റെ പേരിൽ 5 പൈസ നിങ്ങൾ കൊടുത്തിട്ടില്ല. ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം നിങ്ങൾ ചൂടാവണ്ട. നിങ്ങളുടെ അവസരത്തിൽ പേടിപ്പിക്കണ്ട. നിങ്ങളുടെ അവസരത്തിൽ നിങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ അവസരത്തിൽ നിങ്ങൾ പറഞ്ഞു എന്റെ അവസരമാണ്. നിങ്ങൾ പറയുന്ന പച്ചക്കള്ളങ്ങൾ ഞാൻ കേട്ടിരുന്നത് എന്റെ മര്യാദയാണ്. ആ മര്യാദ നിങ്ങൾ എന്തിനാണ് ഒന്നാമത്തെ പച്ചക്കള്ളം പറഞ്ഞോ? സംസ്ഥാന ഗവൺമെന്റ് കൊടുത്ത കത്ത് കേന്ദ്ര ഗവൺമെന്റ് നിങ്ങളുടെ സംസ്ഥാനത്തിന്റെ ലെറ്റർ കള്ളം പറഞ്ഞു. എന്നെ പറയാൻ അനുവദിക്ക്. നിങ്ങൾ എന്താ പറഞ്ഞു? പറയട്ടെ. നിങ്ങൾ പച്ചക്കള്ളമാ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ പച്ചക്കള്ളം ഞാൻ സൂചിപ്പിക്കാം. നിങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ അനുവദിച്ചു എന്നാണ് നിങ്ങൾ പറഞ്ഞ കള്ളം. ഞാനിത് ആവർത്തിക്കുന്നു. ഞാൻ ആവർത്തിക്കുന്ന കാര്യങ്ങൾ നിഷേധിക്ക്. എന്നാൽ നിങ്ങൾ സംസാരിക്കില്ല. പച്ചക്കള്ളമാണ് നിങ്ങൾ പറഞ്ഞത്. BJPയും RSSും കേരളത്തിൽ വയനാടുമായി ബന്ധപ്പെട്ട് 450 കോടി രൂപ 1.5 മാസം കൊണ്ട് 450 കോടി രൂപയുടെ എന്ത് പ്രവർത്തനം നടത്താൻ പറ്റുമോ? 450 കോടി രൂപ മാർച്ച് മാസത്തിനുള്ളിൽ എങ്ങനെ ചെലവഴിക്കാൻ പറ്റും? 450 കോടി രൂപ 450 കോടി രൂപ മാർച്ച് മാസം അതാണ് ഈ കേരളം ചോദിക്കുന്ന ചോദ്യം. അതിന് ഉത്തരം പറ. കേരളത്തിലുള്ള സമീപനമാണോ കേന്ദ്രത്തിന്റേത്? ബഹളം വെച്ചിട്ട് ചർച്ച വഴിതിരിച്ചു വേണ്ട. നിങ്ങൾ ബഹളം വെച്ച് ചർച്ച വഴിതിരിച്ചു വേണ്ട. ഞാൻ പറയട്ടെ. നിങ്ങൾ ഒന്നാമത്തെ കള്ളം നിങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ കള്ളം വയനാട് ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കാശ് കൊടുത്തു എന്നാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, വയനാട് ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാശല്ല അത്.
ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്ന കാശാണ് കേരളത്തിന് കിട്ടിയത് 145.6 കോടി. 145.6 കോടി എന്ന് പറഞ്ഞാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ ദുരിതബാധിത പ്രദേശങ്ങൾക്ക് കൊടുക്കാൻ വിവിധങ്ങളായ ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നേരത്തെ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് പ്രകാരവും നേരത്തെ അപേക്ഷ പ്രകാരവുമെല്ലാം വിവിധ ഘട്ടങ്ങളിൽ അനുവദിച്ച തുക കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരം STRF ഫണ്ട് 145 കോടി രൂപ കേരളത്തിൽ അനുവദിച്ചത്. ആ 145 കോടി രൂപയെ വയനാടിന്റെ പുനരധിവാസ പ്രവർത്തനത്തിന് എന്ന് പച്ചക്കള്ളം നിങ്ങൾ ഈ ചർച്ചയിൽ പറഞ്ഞു. അതാ ഞാൻ പച്ചക്കള്ളം പറഞ്ഞു എന്ന് അതിനെ സത്യം പറഞ്ഞു എന്ന് പറയാൻ കഴിയോ? അത് അങ്ങനെ പോയിട്ട് കാര്യമില്ല, അങ്ങനെ പോയിട്ട് കാര്യമില്ല. അല്ലല്ല, വെറുതെ കള്ളം പറഞ്ഞു എന്നൊന്നും പറഞ്ഞപ്പോ ഒരു മിനിറ്റ് ഞാൻ ഇടപെടുകയാണ്. RSSന്റെ ശാഖയിൽ പോയി പറഞ്ഞാൽ ആളുകളെ വിശ്വസിക്കും. അത് ഈ ചാനൽ ഫ്ലോറിൽ പച്ചക്കള്ളമാ നിങ്ങൾ പറഞ്ഞത്. കേരളത്തിൽ ഒരു രൂപ പോലും അനുവദിച്ചിട്ടില്ല. കേരളത്തിൽ ഒരു രൂപ പോലും അനുവദിച്ചിട്ടില്ല. ഒടുവിൽ 450 കോടി രൂപ വായ്പ അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ലോൺ അടച്ചോ എന്ന് പറയാൻ 50 വർഷം കൊണ്ട്. ഒരു മിനിറ്റ് ഞാൻ ഇടപെടുകയാണ്. രണ്ട് കാര്യങ്ങൾ ഞാൻ ഇടപെടുകയാണ്. ശ്രീ VK സനോജ്, ശ്രീ കൃഷ്ണദാസ് ഒന്ന് വഴങ്ങണേ. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ പറയുന്ന രാഷ്ട്രീയ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇതിനൊരു തീരുമാനം ഉണ്ടാവില്ല. അഡ്വക്കേറ്റ് അബിൻ വർക്കി, രണ്ടു കാര്യങ്ങൾ. ഒന്ന്, ഈ ഇന്റർ മിനിസ്റ്റീരിയൽ സമിതി എന്റെ അവസരത്തിൽ ശരിയാണ്, അങ്ങയുടെ അവസരമായിരുന്നു. ശ്രീ കൃഷ്ണദാസ് ഇടപെട്ടതാണ്, അങ്ങയുടെ അവസരമാണ്. ശ്രീ കൃഷ്ണദാസ് തടസ്സപ്പെടുത്താണ്. പക്ഷെ ഞാനിത് തുടർച്ചയായി നിങ്ങൾ രണ്ടുപേരോട് പറഞ്ഞു. എനിക്ക് മറുപടി പറയാനുള്ള അവസരം വന്നപ്പോൾ കൃഷ്ണദാസ് ശ്രീ കൃഷ്ണദാസ് അവിടെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? അങ്ങ് പറയുന്ന എല്ലാ കാര്യങ്ങളോടും കുറച്ച് ഐക്യപ്പെട്ടല്ല ശ്രീ VK സനോജ് മിണ്ടാതിരുന്നത്. അതൊരു ജനാധിപത്യ പ്രശ്നമുണ്ട് കേട്ടോ. അങ്ങ് പറയുന്ന എല്ലാ കാര്യങ്ങളോടും ഐക്യപ്പെട്ടിട്ടല്ല ശ്രീ VK സനോജ് മിണ്ടാതിരുന്നത്. അപ്പൊ അദ്ദേഹം സംസാരിക്കുമ്പോൾ മിണ്ടാതിരിക്കാന്ന് പറയുന്നത് അങ്ങയുടെ ഉത്തരവാദിത്തമാണ്. അല്ല, എന്റെ സമയത്തും ഇടപെട്ടപ്പോ നിങ്ങൾ മിണ്ടിയില്ലല്ലോ. എന്റെ സമയത്തും ഇതേ സനോജ് ഇടപെട്ടപ്പോ മാധു മിണ്ടിയോ? എന്റെ സമയത്തും ഇതേ സനോജ് ഇടപെട്ട സമയത്ത് അതാണ് ഞാൻ പറയുന്നത്. സ്പീക്കർ സനോജ് ചോദിച്ചു, ശരിയാണ്. തുടർച്ചയായി പോയപ്പോഴാണ് ഇപ്പോഴും ഞാൻ ഇടപെട്ടത്. ഞാൻ ആവർത്തിച്ച് നിങ്ങൾ രണ്ടുപേരോടും പറഞ്ഞില്ലേ, കേട്ടോ? കൃഷ്ണദാസ് വാദങ്ങൾ പൊളിഞ്ഞപ്പോ, കൃഷ്ണദാസിന്റെ വാദങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ പൊളിഞ്ഞു പോയപ്പോ കൃഷ്ണദാസ് എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. ഞാൻ ഇടപെടുകയാണ്. ഇനി അടുത്ത ശ്രീ VK സനോജ് വഴങ്ങണം, പ്ലീസ്. ശ്രീ VK സനോജ് വഴങ്ങണം. അല്ല മാധു, പറയൂ. മാധു, എനിക്ക് പറയാനുണ്ട് മാധു. കൃഷ്ണദാസ് പറഞ്ഞ ഒന്നാമത്തെ പച്ചക്കള്ളം വയനാട് ദുരിതബാധിതർക്ക് കൊടുക്കാൻ വേണ്ടി കേന്ദ്രം പണം അനുവദിച്ചു എന്നാണ്. ഞാൻ പറഞ്ഞു കേന്ദ്രം ഒരു രൂപ അനുവദിച്ചിട്ടില്ല. കൃഷ്ണദാസ് പറയുന്നത് STRF അനുവദിച്ചു എന്നാണ്. 145.6 കോടി രൂപ 2 തവണ അനുവദിച്ചു. അതെല്ലാം നേരത്തെ കമ്മിറ്റ് ചെയ്ത പണമാണ്. അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിൽ വിവിധങ്ങളായ ദുരന്തമുണ്ടായ ഘട്ടത്തിൽ എല്ലാ കാലവും കൊടുക്കുന്ന തുകയാണ്. ആ തുകയിൽ നിന്ന് വയനാട് ദുരിതബാധിത പ്രദേശത്ത് പണം ചെലവഴിക്കാൻ പണം എടുത്തു എന്ന് പറഞ്ഞാൽ പണം എടുക്കാൻ കഴിയില്ല. STRFന്റെ മാനദണ്ഡങ്ങളുണ്ട്, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അപ്പൊ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായ പണം ഉപയോഗിക്കാൻ കഴിയില്ല. അത് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരും. പിന്നെ പ്രധാനമന്ത്രി അവിടെ വന്ന് നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടും 5 പൈസ കൊടുത്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് കള്ളമാണോ? പ്രധാനമന്ത്രി പോയ സ്ഥലത്തെല്ലാം പണം കൊടുത്തില്ലേ? ഈ വയനാട് ദുരന്തമുണ്ടായ ഘട്ടത്തിലല്ലേ മണിപ്പൂരിൽ ദുരന്തമുണ്ടായത്, ത്രിപുരയിൽ ദുരന്തമുണ്ടായത്, ആസാമിൽ പ്രശ്നമുണ്ടായത്, ബീഹാറിൽ പ്രശ്നമുണ്ടായത്? അവിടെയെല്ലാം വലിയ പ്രൊജക്ട് കിട്ടിയിട്ടാണോ പണം കൊടുത്തത്? ഒരു പ്രൊജക്ടും കിട്ടിയിട്ടില്ല. പ്രധാനമന്ത്രി സെൻട്രൽ ടീം പോകുന്ന സമയത്ത് ഞാൻ വരാം. ശ്രീ സനോജ്, നിങ്ങൾ രണ്ടുപേരുമാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. ഞാൻ വരാം.